കുട്ടികളിലെ അലർജികൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ തുടങ്ങിയവ അലർജിയുടെ കാരണമായിരിക്കാം. പലപ്പോഴും നമ്മളിത് മനസ്സിലാക്കുന്നില്ല എന്നതാണ് കാര്യം. തുടക്കത്തിൽ തന്നെ ഇത് ചികിത്സിച്ചു ഭേദമാക്കുകയാണെങ്കിൽ ഭാവിയിൽ കുട്ടികൾക്ക് കുഴപ്പം ഒന്നും തന്നെ ഉണ്ടാകില്ല. ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട്. മാതാപിതാക്കളിൽ ആർക്കെങ്കിലും അലർജി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പാരമ്പര്യമായി തന്നെ അലർജി ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. കുട്ടികളിലെ അലർജി പ്രധാനമായും 3 തരത്തിലാണുള്ളത്. 1. ഫുഡ് അലർജി, 2. സ്കിൻ അലർജി, 3. ശ്വസന അലർജി. അറിയാം വിശദമായി. 1. ഫുഡ് അലർജി. കുട്ടികളിലെ അലർജി രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആഹാര സാധനങ്ങളോടുള്ള അലർജി അഥവാ ഭക്ഷണ അലർജി. ഏത് ആഹാരത്തിനോടും എപ്പോൾ വേണമെങ്കിലും അലർജി ഉണ്ടാകാം. എന്നാൽ 90% അലർജികൾക്കും കാരണമാകുന്നത് ചില പ്രത്യേക തരത്തിലുള്ള ആഹാര പദാർത്ഥമായിരിക്കും. അതായത് ചില പഴങ്ങൾ, സോയാബീൻ, പാൽ, കശുവണ്ടി, ചില കമ്പനികളുടെ ശീതള പാനീയങ്ങൾ, ചില തൈരുകൾ, മുട്ട, ചിലയിനം മത്സ്യങ്ങൾ, ഇവയൊക്കെയാണ് കുട്ടികളിൽ അലർജി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ. ഇവ കഴിച്ചു കഴിയുമ്പോൾ ചൊറിച്ചിൽ ഉണ്ടാകുക, ദേഹത്ത് കുരുക്കൾ പോലെ കാണുക, ചൊറിഞ്ഞ ശരീരം വീർക്കുക തുടങ്ങിയവയാണ് ഇത്തരം ഫുഡ് അലർജികളുടെ ലക്ഷണങ്ങൾ. 2. സ്കിൻ അലർജി. ചില കുട്ടികൾ അമ്മമാരുടെ ഫേസ് ക്രീമുകൾ തേക്കാറുണ്ട്. കുട്ടികളുടെ ചർമ്മം വളരെ നേർത്തതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം വസ്തുക്കളിൽ നിന്നും അലർജി പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. സ്കിൻ അലർജിയുടെ സാധ്യത കുറയ്ക്കുന്നതിന് ഇത്തരം സൗന്ദര്യവർദ്ധന വസ്തുക്കളിൽ നിന്നും സമ്പർക്കം ഒഴിവാക്കുകയും ചർമ്മത്തിലെ ജലാംശം നിലനിർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. അലർജി പ്രശ്നമുള്ള കുട്ടികൾ സൗന്ദര്യവർദ്ധന വസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം. 3. ഇന്നത്തെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ശ്വസന അലർജിയാണ്. ശ്വസന അലർജികൾ കൈകാര്യം ചെയ്യുന്നതിന് ശരിയായ വാക്സിനേഷൻ, വൃത്തിയുള്ള ജീവിത അന്തരീക്ഷം നിലനിർത്തൽ എന്നിവ അത്യാവശ്യമാണ്. ശ്വസന അലർജി പലപ്പോഴും ശ്വാസം മുട്ടൽ, ആസ്മ തുടങ്ങിയ രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാറാണ് പതിവ്. വീടും കിടപ്പുമുറിയും പൊടിയില്ലാതെ സൂക്ഷിക്കുക. കുട്ടിയുടെ കിടക്ക, തലയണ എന്നിവ പൊടി കടക്കാത്ത വിധത്തിൽ കവറുകൾ ധരിപ്പിക്കുക. ഈ കവറുകൾ 2 ആഴ്ചയിലൊരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളിലെ അലർജി ഒഴിവാക്കാൻ സഹായിക്കും. കുട്ടികൾ ഉപയോഗിക്കുന്ന പുതപ്പും തലയണ കവറുമെല്ലാം ചൂടുവെള്ളത്തിൽ അലക്കിയെടുക്കുന്നത് നല്ലതാണ്. പതിവായി വൃത്തിയാക്കുന്നതും ഈർപ്പം കുറഞ്ഞ അന്തരീക്ഷം നിലനിർത്തുന്നതും അലർജിയുമായുള്ള സമ്പർക്കം കുറയ്ക്കുകയും ശ്വസന അലർജി ഒഴിവാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. കുട്ടികളിലെ അലർജി പലപ്പോഴും മാതാപിതാക്കൾ നിസ്സാരമായി കാണുകയാണ് പതിവ്. ശരിയായ ചികിത്സ ഒന്നുകൊണ്ട് മാത്രമേ അലർജിയെ പിടിച്ചു നിർത്താനാകൂ. എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട അറിവുകൾ ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.